ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചായക്കടകളിലെ കണ്ണാടി പെട്ടികളിലൊക്കെ ഇരിക്കുന്ന ബോളി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ സ്ഥലത്ത് ഇതിന് ബോളി എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൽ നമ്മൾ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതകത്തൊക്കെ നോക്കിയാൽ നല്ല ലെയറായിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ മടക്കുസാൻ എന്ന് പറയാറുണ്ട്, ചിലയിടത്ത് കാജ എന്ന് പറയാറുണ്ട്. സംഭവം പല പേരായിട്ടുണ്ടെങ്കിലും കാര്യം ഇതൊന്നു തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഞാനൊന്ന് അരിച്ചിട്ടിട്ട് കൊടുക്കുകയാണേ. മൈദ തന്നെ വേണം എന്നില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തോളൂ. ഇനി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയില്ലേ, അതാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ പൊടിച്ച പഞ്ചസാര ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. 1 പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ടെടുത്തിട്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബോളിക്ക് യെല്ലോ കളറാണല്ലോ, അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളർ അനുസരിച്ച് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്ന കളറില്ലേ, അത് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം ആവശ്യമില്ല കേട്ടോ, കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ തന്നെ നല്ല മയത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് ചപ്പാത്തിയുടെ മാവ് എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരേ സൈസുള്ള 6 ഉരുളകളാണ് ഞാനിപ്പോൾ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പരത്തണ പലക വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. പരത്തുമ്പോൾ നല്ലതുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ജസ്റ്റ് ഒന്നിങ്ങനെ തൂക്കി കൊടുക്കുവാണേ. ഒരുപാട് അരിപ്പൊടി ആയി പോകരുത് കേട്ടോ, ജസ്റ്റ് പരത്താൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇടയ്ക്ക് ഇങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ ഒട്ടിയാണ് പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറിയിട്ട് കൊടുത്താൽ മതിയാകും. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മാക്സിമം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാ കണ്ടോ, വളരെ നൈസായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ 6 ഉരുളകളും ഞാൻ ഇതേപോലെ തന്നെ തിന്നായിട്ട് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അരിപ്പൊടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരിപ്പൊടിയും നെയ്യും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇത് ലൂസായിട്ടിരിക്കുന്ന നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കണം. ഇതേപോലെ ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മൾ ചപ്പാത്തി പലക എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരുന്നില്ല, അതൊരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്യും അരിപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ല, അതൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ അരിപ്പൊടിയും നെയ്യും കൂടി നമ്മൾ ഈ ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ലെയറായിട്ടൊക്കെ ഇങ്ങനെ വരികയുള്ളൂ. ഇതൊക്കെ കണ്ടോ, മൊത്തത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരുന്ന അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡ്സൊക്കെ ഒന്ന് ആവാത്തിടത്തൊക്കെ ഒന്ന് വലിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ വീണ്ടും നമ്മൾ അരിപ്പൊടിയും നെയ്യും കൂടി ചേർത്തതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 6 എണ്ണമാണല്ലോ ഇങ്ങനെ പരത്തിയെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ 6 എണ്ണവും ഇങ്ങനെ സെയിം രീതിയിൽ തന്നെ അടുക്കി ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ പരത്തി വെച്ചിരുന്ന 6ാമത്തെ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം അരിപ്പൊടിയും നെയ്യും കൂടി ഉള്ളതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ തയ്യാറ്റത്തിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഇതാ വന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ ലെയറൊക്കെ ഇങ്ങനെ ഇളകി വരാൻ സാധ്യതയുണ്ട്.
അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് ഉരുട്ടരുത് കേട്ടോ. ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് എന്താ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണേ. ഒരു ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നേ ഉള്ളൂ. ഇനി ഇതാ ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ എനിക്ക് 7 പീസാണ് കിട്ടിയത്. ഇപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഓരോ പീസും എടുത്ത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് രണ്ട് സൈഡിലും നല്ല ലെയറായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ ലെയറുള്ള ഭാഗം നമ്മൾ പരത്തരുത് കേട്ടോ. ലെയർ ഇല്ലാത്ത ഭാഗത്തോട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് നമ്മൾ ഒരുപാടങ്ങ് തിന്നാക്കി നല്ല കട്ടിയായിട്ടങ്ങ് പരത്തി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ലെയറെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അധികം അങ്ങ് ഒരുപാടങ്ങിട്ട് പ്രസ് ചെയ്തങ്ങ് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, ഇത്രയും മതിയാകും കേട്ടോ. ഇതിൻ്റെ ലെയറെല്ലാം നോക്കിയോ, സൈഡിൽ കൂടെ അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം ബാക്കിയും കൂടെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ 7 എണ്ണവും പരത്തിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് അകം ഇങ്ങനെ ലെയറായിട്ടിരിക്കുന്ന കാരണം അകവശം വേഗമില്ല, വെളിയിൽ ഒരുപാട് ഡാർക്ക് കളർ ആകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം ആക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷമാണ് കുക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് വരികയുള്ളൂ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഞാൻ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. മീഡിയത്തിലേക്ക് ആക്കിയ ശേഷം ദാണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. 2 എണ്ണമാണ് കേട്ടോ ഒരേ സമയം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് എണ്ണ ഇതിലിങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിങ്ങനെ എടുക്കുന്നത്. എന്തായാലും ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതാ നോക്കി, നമ്മുടെ ബോളിയുടെ ലെയർസൊക്കെ നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കുറേ ഓയിലൊക്കെ അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഓയിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെയിനറിലേക്ക് ഇട്ട് വയ്ക്കാം. ബാക്കിയുള്ളതും കൂടി നമ്മൾ സെയിം രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബാക്കി ഓയിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും പിന്നെ നന്നായിട്ടൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഇത് നന്നായിട്ട് നാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഇത് പെട്ടെന്ന് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന അങ്ങ് ഒരുപാട് തണുത്തു പോകും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം ആയി കേട്ടോ. അപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര എല്ലാം മെൽറ്റായി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പോലെ ഒന്ന് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒട്ടുന്ന പോലെ ആവണം കേട്ടോ. ഈ ബോളിക്ക് ചൂടില്ല, പക്ഷേ ഷുഗർ സിറപ്പിന് ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോന്നും എടുത്തിട്ട് ഈ ഷുഗർ സിറപ്പിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എടുക്കാം. ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇങ്ങനെയൊന്ന് തിരിച്ച് മറിച്ചൊന്നാക്കി കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇങ്ങനെ എടുക്കാം. കുറേ നേരം അതിലിട്ട് വെച്ചേക്കുവാണെങ്കിലുണ്ടല്ലോ ഇത് തണുത്ത പോലെയാകും. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്ത് ഇതിൽ എക്സസ് ആയിട്ടുള്ള കുറേ ഷുഗർ സിറപ്പൊക്കെ അങ്ങ് പോയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. സെയിം രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അധികമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് എന്താ പ്ലേറ്റിൽ നിന്ന് ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു അരിപ്പയിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഈ ഷുഗറൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിച്ച് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇത്
കുറേ നേരം ആയപ്പോഴത്തേക്കും ഷുഗർ ഇതിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വേണ്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഷുഗർ ഇങ്ങനെ വെളുത്തൊക്കെ ഇരിക്കില്ലേ, അതേപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മടക്കുസാൻ അഥവാ കാജ അതോ അല്ലെങ്കിൽ ബോളി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല മൊരാന്നാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ അകത്ത് ലെയർസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോഴുണ്ടല്ലോ നല്ല കറക്റ്റ് മധുരമാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ സെയിം ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ സെയിം മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഫ്ലോപ്പായി പോവില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ വീഡിയോ. അടുത്ത് തന്നെ അടിപൊളിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.